എൻ്റെ രേവതിയെ കുറ്റം പറഞ്ഞതിനുണ്ടല്ലോ, ഇവർ രേവതിയോട് മാപ്പ് ചോദിക്കണം. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഇവർ രേവതിയോട് മാപ്പ് ചോദിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ കല്യാണം നടക്കുകയുള്ളൂ. ഇതാര് പറയുന്നു? നമ്മുടെ സച്ചി പറയുകയാണ്. വിവാഹ മണ്ഡപത്തിൽ വെച്ച് നമ്മുടെ രേവതിയുടെ കയ്യും പിടിച്ച് ചെന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് സച്ചി നമ്മുടെ ചന്ദ്രമതിയോട് പറയുകയാണ്, വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ രേവതിയോട് മാപ്പ് പറയണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയെ അങ്ങനെ ഒരു വാക്ക് പറയാനായിട്ട് പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പറയാൻ ഞാനും റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല, ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തോളൂ. പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങൾ മറന്നു പോവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഞാനും മറന്നു പോവും. അപ്പോൾ പെട്ടെന്ന് എന്നെ ലൈക്ക് ചെയ്യൂ. അതിനുശേഷം വീഡിയോ കാണാനായിട്ട് തയ്യാറെടുത്തിരിക്കൂ. അപ്പോൾ റിവ്യൂമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് പോവുകയാണ്. രാശിയില്ലാത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ഡപത്തിൽ വെച്ചിട്ട് നമ്മുടെ രേവതിയെ അധിക്ഷേപിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. പോയി ദൂരെ പോയി നില്ലടി, നിൻ്റെ നിഴൽ പതിക്കുന്നിടത്തൊന്നും ഒരു ഐശ്വര്യം ഉണ്ടാവില്ല, നീ അത്രയ്ക്ക് രാശി കെട്ടവളാണ്, അതുകൊണ്ട് ഈ വിവാഹ മണ്ഡപത്തിന് ചുറ്റും നിൽക്കാതെ നീ ദൂരെ എവിടെയെങ്കിലും പോയി മാറി നിൽക്കുക എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞത് കാരണം നമ്മുടെ രേവതി മാറിപ്പോയി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശരത്തും അമ്മയും ദേവുവും രേവതിയുടെ കൂടെ വരികയാണ്. കാര്യങ്ങളൊക്കെ അവർ തിരക്കുമ്പോൾ നമ്മുടെ രേവതി അവരോട് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുകയാണ്. അങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞ് ശരത്ത് പോകാൻ നേരത്ത് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ നമ്മുടെ രേവതിയും കൂടി ചേർന്ന് ശരത്തിനെ തടയുകയാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയുകയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാതെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പോഴുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് ശരത്ത് പറയാണ്, ചേച്ചി ഇത് ചോദിക്കാതിരുന്ന നാളെ വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണം, വേണ്ട മോനെ, ചോദിക്കാനൊന്നും പോകണ്ട. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വലിയ പ്രശ്നമാവും, കല്യാണം അലങ്കോലമാവും, എല്ലാവരും ഇപ്പോൾ സന്തോഷമായിട്ട് നിൽക്കുകയാണ്, അത് നമ്മളായിട്ട് എന്തിനാണ് നശിപ്പിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവ് പറയുകയാണ്, പ്രശ്നമാവട്ടെ, അത് അവർക്കും മനസ്സിലാവണമായിരുന്നു, അവർ മനഃപൂർവ്വമല്ലേ ചേച്ചി എന്തെല്ലാം പറഞ്ഞിട്ടാണ് ഇങ്ങനെ അപമാനിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അവരെ തടയുകയാണ്. എന്തായാലും ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രേവതി അവരെ തടയുകയാണ്. അങ്ങനെ എന്നിട്ട് രേവതി മാറിയിരുന്ന് രേവതി ഓർമ്മിക്കുകയാണ് അവർ പറഞ്ഞ, അതായത് ചന്ദ്രമതി പറഞ്ഞ ഓരോരോ വാക്കുകളും ഓരോരോ സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ രേവതി ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് രേവതി മാറിയിരുന്ന് കരയാണ്. കുളത്തിൻ്റെ അവിടുത്തെ കൽപ്പടവിൻ്റെ പുറത്തിരുന്നിട്ട് രേവതി ഇങ്ങനെ കരയാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ കാറ് വന്ന് നിൽക്കുന്നത്. സച്ചി കാർ വന്ന് നിന്നിട്ട് കാറിൽ നിന്ന് സച്ചി ഇറങ്ങി വിവാഹ സ്ഥലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് സച്ചി നടന്നു വരുമ്പോൾ നമ്മുടെ രേവതിയെയും അതുപോലെ രേവതിയുടെ സഹോദരങ്ങളെയും അമ്മയൊക്കെ നമ്മുടെ സച്ചി കാണുകയാണ്. അങ്ങനെ അവരെ കണ്ട ഉടനെ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളെല്ലാവരും എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വിവാഹത്തിന് വന്നിട്ട് നിങ്ങൾ എന്താ ആ ചടങ്ങിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്? എന്താ രേവതി, എന്തു പറ്റി? അവനിനി ഓടിപ്പോയോ വീണ്ടും പഴയതുപോലെ, അതോ അവൾ ഓടിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, ആരും ഓടിയൊന്നും പോയിട്ടില്ല, കല്യാണമൊക്കെ നടക്കേണ്ട രീതിയിൽ നടക്കും, പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് മാറി വന്ന് നിൽക്കുന്നത്? അപ്പോൾ ലക്ഷ്മി പറയാണ്, അത് മോനെ അത് ഞങ്ങൾക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ജോലിയോ? നിങ്ങളതിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്? നിങ്ങൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നവരല്ലേ? അപ്പോൾ പിന്നെ കല്യാണത്തിന് നിൽക്കാതെ നിങ്ങൾ മാറി നിൽക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്ത് ജോലിയാണ് നടക്കുന്നത്? ഇവിടെ ഒരു ജോലിയും നടക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് മാറി നിൽക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, നിങ്ങളുടെ ഈ നിപ്പും നോട്ടമൊക്കെ കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ, എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും. എന്താ രേവതി, നീ തന്നെ പറ, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. രേവതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്, ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. രേവതി പറയാണ്, ഏയ് ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല എന്നിങ്ങനെ പറയണം. എങ്കിൽ നീ വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണ, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അതെന്താ നീ വരാത്തത്? എനിക്ക് ഈ കല്യാണത്തിലൊന്നും പങ്കെടുക്കാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ നീ കിടന്ന് തുരുതുരാ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പിന്നെ അച്ഛനെയും ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് നീയാണോ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്? എന്താ രേവതി കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എങ്കിൽ നീ വാ, നമുക്ക് അവിടെ ഒരുപാട് സമയമൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറി തല കാണിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇങ്ങ് പോവാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കണേ, എന്താ രേവതി, എന്താ കാര്യം? നീ ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ,
എന്തു പറ്റി പെട്ടെന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി നിന്ന് വിങ്ങുകയാണ് രേവതി. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുകയാണ്, എന്താ രേവതി, എന്തിനാ നീ കരയുന്നത്, എന്താ കാര്യം എന്ന് പറ, കരയാതെ കാര്യം പറ എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണത് ഒന്നുമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി ദേഷ്യപ്പെടുകയാണ്. സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. സച്ചി പറയണത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറഞ്ഞുകൂടെ, എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ പറയാണ്, മോനെ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ദരിദ്രവാസികളാണ്, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തവരാണ് എന്ന് കരുതിയിട്ട് എപ്പോഴും പറയാമെന്നാണോ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നും പറഞ്ഞ് എന്തോ ആവാമെന്നാണോ? പിന്നെ പാവങ്ങളായിപ്പോയില്ലേ, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കും, സഹിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുകയാണ്. എൻ്റെ മോള് ആ വീട്ടിൽ വന്ന കാലം തൊട്ട് തുടങ്ങിയതാണ് സങ്കടം, എന്നിട്ട് ഇത്രയായിട്ട് ഞങ്ങൾ ആരും അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. ചന്ദ്ര ചേച്ചി എന്തെല്ലാം പറഞ്ഞാണെന്നറിയാമോ എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകളെ വിവാഹം കഴിച്ച് വിട്ട സമയത്തിന് അവൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചാണ് സന്തോഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം വെറുതെ ആയി എന്ന് തോന്നുന്നു. അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലക്ഷ്മി കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്, അമ്മ എന്തുണ്ടെങ്കിലും തുറന്നു പറ, അമ്മ ഇങ്ങനെ എല്ലാം മറച്ചു പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല, അമ്മ ഇത് ആരെയാ പേടിക്കുന്നത്, അമ്മ പറയേ എന്താ കാര്യം എന്നിങ്ങനെ സച്ചി നിർബന്ധിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പറയുകയാണ്. അതായത് മണ്ഡപത്തിൽ നമ്മുടെ രേവതി നിലവിളക്ക് കത്തിക്കാൻ ചെന്നപ്പോൾ അധിക്ഷേപിച്ച് വിട്ടത്, അതുപോലെ ശ്രുതി ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ശ്രുതിയെ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ നമ്മുടെ ചന്ദ്രമതി അധിക്ഷേപിച്ച് വിട്ട കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് രേവതിയോട് ഹാരത്തിൻ്റെ കാര്യം, എന്നിട്ട് ഈ ശ്രുതിക്ക് താലി കിട്ടുന്ന സമയത്ത് നമ്മുടെ രേവതി വന്നിട്ട് ആ ഹാരം നേരി പിടിച്ചിടുന്ന സമയത്തിന് രേവതിയെ രാശി കെട്ടവളെന്നൊക്കെ വിളിച്ചിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എണ്ണി പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി അങ്ങ് ചാർജ് ആവുകയാണ്. സച്ചിക്ക് പ്രാന്ത് പിടിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്. രേവതിയോട് പറയാണ്, ഇതെല്ലാം അവർ പറഞ്ഞിട്ട് നീ ഒരക്ഷരം പോലും മിണ്ടാതെ ഇവിടെ മാറി നിന്ന് വന്ന് കരയുന്നു അല്ലേ, നിനക്കെന്താ ഇവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മിണ്ടാതെ നിൽക്കേണ്ട കാര്യം എന്താ, നിനക്കെന്താ വായിൽ നാക്കില്ലേ, നല്ലതങ്ങോട്ട് പറഞ്ഞുവിടായിരുന്നോ, എൻ്റെ അടുത്താണെങ്കിൽ കഴുത്തിന് ചുറ്റും നാക്കുമായിട്ടാണല്ലോ നീ വരുന്നത്, മറ്റാരടുത്തും എന്താ നിനക്കത് പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി. അതിനുശേഷം സച്ചി പറയാണ്, ഇതെന്തായാലും ഒന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ലക്ഷ്മി പറയണം, അയ്യോ മോനെ വേണ്ട, ചോദിക്കാൻ പോവണ്ട, ഇത് നീ പോയി ചോദിച്ചാൽ ഇതെല്ലാം നമ്മുടെ തലയിലേ വീഴൂ, പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൂടി ഇവളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്, അതുകൊണ്ട് മോൻ ഇതൊന്നും ചോദിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, അവരെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, അങ്ങനെ പേടിക്കാൻ മാത്രം അവരാരാ, സിംഹമോ പുലിയോ ആണോ അവരെ ഇങ്ങനെ പേടിക്കാൻ വേണ്ടിയിട്ട്, ഇതെന്തായാലും ഞാൻ വെറുതെ വിടാൻ ഭാവിച്ചിട്ടില്ല, ഇതെനിക്ക് ചോദിച്ചേ പറ്റൂ. അപ്പോൾ തന്നെ രേവതി പറയണേ, വേണ്ട, നമ്മൾ വീട്ടിൽ പൊയ്ക്കോളാം, നിങ്ങൾ ചടങ്ങിനൊക്കെ പങ്കെടുത്തതിന് ശേഷം പെല്ലെ വന്നാൽ മതി. എനിക്കെന്താ ചടങ്ങിൽ പങ്കെടുത്തോളാം, ഇത്ര കൊതിയായിട്ടാണോ ഞാൻ വന്നത്, പിന്നെ നീ വിളിച്ചു അതുകൊണ്ട് ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. ഞാനേ വണ്ടിയും കൊണ്ട് പോയാലുണ്ടല്ലോ എനിക്ക് 10 പൈസ കിട്ടും, എൻ്റെ കടവെങ്കിലും വീട്ടാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം സച്ചി പറയണേ, ഇത് ഞാൻ ഒരു കാരണവശാലും വിടാൻ ഭാവമല്ലേ, രേവതി വാ, ഇതിപ്പോൾ തന്നെ ചോദിക്കണം. അപ്പോൾ രേവതി പറയണേ, വേണ്ട, ഇപ്പം നമ്മൾ ചെന്ന് കഴിയുകയാണെങ്കിൽ അവിടെ അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ്, അതെന്തിനാ നമ്മളായിട്ട് തല്ലിക്കെടുത്തുന്നത്. അപ്പോൾ സച്ചി പറയുകയാണ്, അങ്ങനെ നിന്നെ കരയിച്ചിട്ട് അങ്ങനെ ആരും അവിടെ സന്തോഷത്തിൽ നിൽക്കേണ്ട, അങ്ങനെ ആരും കല്യാണം കഴിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ കയ്യിൽ പിടിക്കുകയാണ്. കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ രേവതിയും കൊണ്ട് ഒരു പോക്ക് പോവുകയാണ്. നമ്മുടെ ലക്ഷ്മിയൊക്കെ ആവുന്നത് പോലെ തടയാൻ ശ്രമിക്കുകയാണ്. മോനെ ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചോദിക്കാൻ പോകണ്ട, അതിനൊക്കെ അല്ലെങ്കിൽ പിന്നീടാവട്ടെ, പറ്റില്ലമ്മയെന്ന് പറഞ്ഞിട്ട് സച്ചി നമ്മുടെ രേവതിയുടെ കൈയും പിടിച്ച് രേവതിയെ വലിച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിനുണ്ടല്ലോ മണ്ഡപത്തിൽ നാദസ്വരമൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മ 2 കണ്ണുകളും ഇങ്ങനെ പായിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, അമ്മ ഇത് ആരെയാ തിരയുന്നത്, അല്ലടാ സച്ചിയെ കണ്ടില്ലല്ലോ, അവൻ വന്നോളൂ അമ്മേ, അവൻ എത്രയും പെട്ടെന്ന് വരുമെന്ന് കുറച്ച് മുമ്പ് കൂടി വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ, ഇനി എന്തിനാ അവനെ തിരക്കി നിൽക്കുന്നത്, അമ്മ ഇതെന്താ. അത് മാത്രമല്ല രവീന്ദ്ര, അതല്ലട രവി, രേവതിയും കാണുന്നില്ല, രേവതിയുടെ അമ്മയും ആരെയും കാണുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ്, അവരതിന് പൂ കെട്ടാനങ്ങനെ പോയിട്ടുണ്ടാവോ. അപ്പോൾ ഉടനെ നമ്മുടെ അച്ചമ്മ ചോദിക്കണം, അതിന് പൂ കെട്ടാനാണോ അവരിവിടെ വന്നത്, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവർ മാറി നിൽക്കുന്നത് മര്യാദയാണോ എന്നിങ്ങനെ ചോദിക്കണം. എന്നിട്ട് അച്ചമ്മ പറയാണ്, ഞാൻ എന്തായാലും രേവതി അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ നടന്നു വരികയാണ്. അങ്ങനെ അച്ചമ്മ നടന്നു വരുമ്പോഴാണ് നമ്മുടെ രേവതിയുടെ കൈയും പിടിച്ച് നമ്മുടെ
സച്ചി വരുന്ന കാഴ്ച നമ്മുടെ അച്ചമ്മ കാണുകയാണ്. അങ്ങനെ അച്ചമ്മയുടെ മുന്നിൽ വന്നിട്ട് നമ്മുടെ സച്ചി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കണേ, എടാ നിന്നോട് നേരത്തെ വരണമെന്ന് പറഞ്ഞതല്ലേ, ഇത്രയും നേരം നീ ഇതെവിടെ ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അച്ചമ്മ ചോദിക്കണം, അല്ല രേവതി, നീ അവിടെ ഉണ്ടാവേണ്ടതല്ലേ, എന്നിട്ട് നീ ഇത് എവിടെ പോയി നിന്നു? നീ മാത്രമല്ലല്ലോ, നിങ്ങളെല്ലാവരും ഇത് എങ്ങോട്ടാ പോയത്? നിങ്ങളെയൊക്കെ വിവാഹത്തിന് വന്നതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാ മാറി നിൽക്കുന്നത് എന്നിങ്ങനെ അച്ചമ്മ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണ, അച്ചമ്മേ, ഇവളവിടെ നിന്നാലുണ്ടല്ലോ അവിടെ ആകെ എല്ലാം അലങ്കോലമാവുമെന്ന്, ഇവള് നിന്നാലുണ്ടല്ലോ അവർക്കൊക്കെ ഐശ്വര്യക്കേടാവൂന്ന് എന്നൊക്കെ പറയണ. അപ്പോൾ അച്ചമ്മ ചോദിക്കണം, അതാരാടാ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ പറയണ. അപ്പോൾ അതായത് സച്ചി നമ്മുടെ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ അച്ചമ്മയോട് പറയുകയാണ്. അതായത് എന്താണ്, അവർ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മുടെ മണ്ഡപത്തിൽ നിന്നും ആക്ഷേപിച്ച് ഇറക്കി വിടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും സച്ചി അച്ചമ്മയോട് പറയുകയാണ്. അപ്പോൾ അച്ചമ്മ ഇത് കേൾക്കുമ്പോൾ തിളച്ച് മറിയാണ്. അച്ചമ്മയ്ക്ക് അങ്ങ് പ്രാന്ത് പിടിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ്, മോളെ നീ എന്തുകൊണ്ടാണ് രേവതി എന്നോടത് പറയാഞ്ഞത്? നീ എന്തിനാ ഇതൊക്കെ ഒളിച്ചു വെച്ചിരുന്നത്? നീ ഇങ്ങനെ മാറി നിന്ന് കരയേണ്ടവളാണോ? എന്നോട് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ അവളുടെ അഹങ്കാരം ഇന്നുകൊണ്ട് ഞാൻ നിർത്തി കൊടുത്തേനെ, അവളെ നിർത്തേണ്ടടുത്ത് ഞാൻ നിർത്തി തന്നേനെ എന്നിങ്ങനെ പറയുകയാണ് അച്ചമ്മ. ഹാ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ഇരിക്കുകയാണ്. അപ്പം സച്ചി പറയണേ, എന്തായാലും ഇത് ഞാൻ വെറുതെ ഇടുന്ന പ്രശ്നമല്ല, ഇതൊന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അവൻ്റെ കല്യാണം നടക്കുന്നില്ലെങ്കിൽ നടക്കണ്ട, ഇതെനിക്ക് ചോദിക്കണം, എന്തിനാണ് എൻ്റെ ഭാര്യയെ ആക്ഷേപിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ കൈയും പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അതേസമയം അവിടെ എന്താണ്, നമ്മുടെ കൊട്ടും കുരവയും വാദ്യമേളവും ഒക്കെ അവിടെ അങ്ങനെ മുഴങ്ങുകയാണ്. കൊട്ടും കുരവയും വാദ്യമേളം അല്ല, നാദസ്വരമാണ് ഉദ്ദേശിച്ചത്. അതങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വധൂവരന്മാർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് കാണുന്നവർക്ക് തോന്നും, പക്ഷേ ഹാപ്പിയല്ല. ശ്രുതി നല്ല ഹാപ്പിയാണ്, പക്ഷേ ശ്രുതി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് പണ്ടോറും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീര മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ്. അടുത്ത് ചെന്നിട്ട് ശ്രുതിയുടെ ചെവിയിൽ വന്നിട്ട് പറയാണ്, എന്താടി, എന്തിനാ നീ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത്? നീ എന്ന് കൂളായിട്ടിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ എന്തിനാ? അപ്പോൾ പെല്ലെ പറയാണ് മീരയുടെ അടുത്ത്, എന്തിനാ മീര നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ പുറത്ത് നിൽക്കണമെന്ന്. അവൻ അങ്ങനെ വന്നാൽ അവനെ തടയണ്ടേ? എൻ്റെ ശ്രുതി, അവൻ വന്നിരുന്നെങ്കിലുണ്ടല്ലോ അവൻ എപ്പോഴേ വന്നാനാ. ഇനിയിപ്പോൾ എന്തായാലും അവൻ വരാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയാണ്. എന്തായാലും ഇപ്പോൾ തൊട്ടടുത്ത നിമിഷം നിൻ്റെ കഴുത്തിൽ ഇനി താലി വീഴും. ഇനി അവൻ വന്നാൽ എന്താണ്, ഒന്നും നടക്കില്ല, നീ സമാധാനമായിട്ടിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ മീര മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലുണ്ടല്ലോ ഇതിപ്പരമില്ലാത്ത എന്തൊക്കെയോ അങ്ങ് സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു ലോകം മൊത്തം വെട്ടിപ്പിടിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയുടെ കൈയും പിടിച്ച് വിവാഹ മണ്ഡപത്തിലേക്ക് കയറി ഒരു വരവ് വരുന്നത്. അപ്പോൾ നമ്മുടെ സച്ചിയെ കാണുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ രേവതിയും ഭാമയുമാണ് മണ്ഡപത്തിൽ നമ്മുടെ ശ്രുതിയുടെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ അവർ കാണുകയാണ് ഇവർ വരുന്നത്, ശ്രുതിയും അതുപോലെ തന്നെ എല്ലാവരും കാണുകയാണ്. അപ്പോൾ ആ സമയത്തിന് നാദസ്വരം മേളം നടത്തിക്കൊണ്ടിരുന്നവരടുത്ത് നമ്മുടെ സച്ചി പറയണ, നിർത്ത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ നിർത്തുന്നില്ല, മേളങ്ങളൊക്കെ നിർത്താനാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ വീണ്ടും കിട്ടുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരണം. സച്ചി പറയണ, നിർത്തടോ എന്ന് പറയുകയാണ്. ഭയങ്കരമായ ശബ്ദത്തിൽ സച്ചി പറയുകയാണ്. അപ്പം തന്നെ അവരത് നിർത്തുകയാണ്. അപ്പോൾ സച്ചി പറയണേ, ഇത്രയും നേരം നടത്തിയില്ലേ മേളമൊക്കെ, ഇനി കുറച്ച് ഇൻ്റർവെൽ ആവട്ടെ, കുറച്ച് കാര്യമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും അന്തമിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങ് ഇറങ്ങുകയാണ്, നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നീ ഇത് ഇത്രയും നേരം എവിടെ ആയിരുന്നു മോനെ? നീ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ്, മോളെ നീ ഇതെവിടെ ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചി പറയണം, അച്ഛാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിച്ചിട്ട് മതി ഇനി കെട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണേ, എന്താ കാര്യം, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, വിവാഹവും കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ അത് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് ഒരു ഒത്തുതീർപ്പാക്കിയതിന് ശേഷം മതി വിവാഹം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ചന്ദ്രമതി ഇറങ്ങി വന്നിട്ട് ചോദിക്കണേ, നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്ക് കുട്ടിത്തരം കാണിക്കാനുള്ള സ്ഥലമല്ലേ ഇത് എന്നിങ്ങനെ പറയുകയാണ്. നമുക്ക് ഇവൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്, മുഹൂർത്തം അടുത്ത സമയത്താണോ നീ നിൻ്റെ കളിതമാശയും കൊണ്ട് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സച്ചി പറയണ, കളിതമാശയോ? അല്ല, നിങ്ങൾ എന്തൊക്കെയാണ് രേവതിയെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി വല്ലാണ്ടാവുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് രേവതിയെ പറഞ്ഞതെന്ന്. അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താടാ രേവതിയെ ആരെന്ത് പറഞ്ഞു എന്നാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം,
ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ചിലരൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ മാന്യത നടിച്ച് നടക്കും. എന്നിട്ട് ആരും കാണാതെ കാണിക്കുന്ന പ്രവൃത്തികളൊന്നും ആരും അറിയില്ലെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എത്ര ഒളിപ്പിച്ച് വെച്ചിരുന്നാലും ഏത് കള്ളവും ഒരിക്കൽ വെളിയിൽ വരും. ശ്രുതി ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ കൂടെ നമ്മുടെ രേവതിയെ കുത്തുന്ന കാര്യമാണ് നമ്മുടെ സച്ചി ഉദ്ദേശിച്ചത്. കാരണം രേവതിയായിട്ട് ആരോടും പറയില്ലല്ലോ. ചന്ദ്രമതി അങ്ങ് എല്ലാവരെയും മുന്നിൽ ഡീസൻ്റായിട്ട് നടന്നിട്ട് ആരും കേൾക്കാതെയും കാണാതെയും രേവതിയെ നന്നായിട്ട് പെടുത്തി കൂട്ടുന്നുണ്ടല്ലോ. ആ കാര്യമാണ് നമ്മുടെ പറയുന്നത്, നമ്മുടെ സച്ചി പറയുന്നത്. അപ്പോൾ രവീന്ദ്രന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ രവീന്ദ്രൻ കാര്യം തിരക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇവർക്കുണ്ടല്ലോ, ഇവർക്ക് ഇവിടെ നിന്നാലുണ്ടല്ലോ അവർക്ക് രാശിക്കേടാണെന്നാണ് ഇവർ പറയുന്നത് എന്നിങ്ങനെ സച്ചി പറയണം. അതിനുശേഷം സച്ചി പറയണം, നേരം വെളുത്തപ്പോൾ 4 മണിക്ക് ഉറക്കം എണ്ണീറ്റതാണ് ഇവള്. എന്നിട്ട് ഒരു വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾക്കായിട്ട് ക്ഷേത്രത്തിലും അവിടെ എവിടെയായിട്ട് ഓടി നടന്ന് മാടിനെ പോലെ പണിയെടുക്കുമായിരുന്നു. എന്നിട്ട് ഇവരെന്താണ് കാണിച്ചതെന്നറിയാമോ? അവളോട് പറഞ്ഞെന്താണെന്നറിയാമോ? അവൾ കൊരുത്ത ഹാരത്തിൽ അവൾ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അവളുടെ രാശികേട്, അവളുടെ ഇരണക്കേട് അതിലേക്ക് വരുന്ന അവർ പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയണം. അതിനുശേഷം സച്ചി പറയുകയാണ്, അതുമാത്രമല്ല ഇവള് നമ്മുടെ വീടിൻ്റെ തന്നെ ഇരണക്കേടാണെന്നാണ് ഇവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കുറേ അങ്ങ് പറയുകയാണ്. ചന്ദ്രമതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ നമ്മുടെ രവീന്ദ്രനോടും അവിടെ നിൽക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുകയാണ്. ഇവളടുത്ത് എന്നിട്ട് പറഞ്ഞ കാര്യം സച്ചി വീണ്ടും പറയുകയാണ്. ഇവള് പറഞ്ഞത് എന്താണെന്നോ, വധൂവരന്മാരുടെ അടുത്ത് പോലും ഇവളുടെ നിഴൽ വരാൻ പാടില്ലെന്ന്. വന്നു കഴിഞ്ഞാലുണ്ടല്ലോ സുധിയുടെ ജീവിതം നശിച്ചു പോകുമെന്നാണ് ഇവർ പറയുന്നത് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം സച്ചി പറയുകയാണ്, ഈ മണ്ഡപത്തിൽ നിന്ന് ഇവളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഇറങ്ങി ദൂരെ എവിടെയെങ്കിലും പോയി മാറി നിൽക്കാനാണ് ഇവർ പറഞ്ഞത്. അതെനിക്ക് ചോദിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, ആരാടാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കും. രവീന്ദ്രനൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അച്ചമ്മ പറയണ, എൻ്റെ രവി, നിനക്കൊന്നും മനസ്സിലായില്ലേ? ഇത്രയും സംസ്കാരമില്ലാത്തതുപോലെ സംസാരിക്കാൻ നിൻ്റെ ഭാര്യയെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് പറ്റും എന്നിങ്ങനെ പറയണ. അവൾക്ക് മാത്രമല്ലേ ഇങ്ങനെ പിശാചിനെ പോലെ സംസാരിക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണ, അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കണം, ചന്ദ്രേ, നീ എന്താ പറഞ്ഞത് മോളെ? അപ്പോൾ ഉടനെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് ആരാ വേദനിപ്പിച്ചതെന്ന്. അപ്പോഴാണ് അച്ചമ്മ പറയുന്നത്, നിൻ്റെ ഭാര്യയാണ്, അവളെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും പറ്റും ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം അപ്പോഴാണ് അച്ചമ്മ പറയുന്നത്. അപ്പോൾ നമ്മുടെ രവീന്ദ്രനോട് അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് പറയുകയാണ്, എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. അത് എവിടെയും തുറന്നു പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. ഇവളുടെ രാശികേട് കാരണമാണ് ഞങ്ങളുടെ കുടുംബത്തെ ഇവള് എന്ന് വലങ്കാല് വെച്ച് വന്നോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ദുരിതങ്ങൾ അത്രയും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രന് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയാണ്, അവൾ എന്ത് ദുരിതം കൊണ്ടാണ് അവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇവളുടെ രാശികേട് കാരണം അല്ലേടാ നിൻ്റെ കാർ പോലും നശിച്ചു പോയത് എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എൻ്റെ കാറ് കൊണ്ടുപോയി നശിപ്പിച്ചത് ഇവളല്ലല്ലോ, വേറൊരുത്തൻ ചെയ്ത ചതിക്ക് ഇവളുടെ തലയിൽ എന്തിനാ പഴിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം സച്ചി പറയുകയാണ്, ദേ, നിങ്ങളുടെ ഈ ഗർവവും അഹങ്കാരവും ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സിലങ്ങ് വെച്ചാൽ മതി, എൻ്റെ ഭാര്യയോട് അതൊന്നും എടുക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ ചന്ദ്രമതി പറയാണ്, അതിന് ഞാൻ സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, സത്യമായിട്ടുള്ള കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞത് തന്നെ, അതെവിടെയും ഞാൻ പറയും എന്നിങ്ങനെ ചന്ദ്രമതി പറയാണ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മിയെ നോക്കിയിട്ട് പറയണം, നിങ്ങൾ കൊള്ളാമല്ലോ, ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി അമ്മയും മോളും കൂടി ചേർന്ന് മൂക്കും പിഴിഞ്ഞ് ചെന്ന് ഇവനോട് കരഞ്ഞ് കാണിച്ച് പറഞ്ഞിട്ട് എൻ്റെ നേർക്ക് വിട്ട് ഈ കല്യാണം മുടക്കാനല്ലായിരുന്നു നിങ്ങളുടെ ശ്രമം? അതിനുള്ള ഒരുക്കങ്ങളല്ലേ നിങ്ങൾ മുൻവിധിയായിട്ട് നടത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടല്ലേ സച്ചിയെ കുത്തിയിളക്കി വിട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയണം, അയ്യോ, ഞാനല്ല ഇതിനൊന്നും ഉത്തരവാദി, ഞാൻ സച്ചി അങ്ങനെ കുത്തിയിളക്കി നമ്മൾ ആരും വിട്ടിട്ടില്ല എന്നിങ്ങനെ പറയണം. നിങ്ങളുടെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, വേലയൊന്നും ചന്ദ്രമതിയുടെ അടുത്ത് ഇറക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്. സച്ചി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ വിചാരം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നും കരുതിയിട്ടാണ് ഇവർ നേർക്ക് നിങ്ങൾ ഈ കുതിരപ്പുറപ്പാട് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ വെറുതെ നിങ്ങളുടെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ മണ്ടേ കയറാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് ഒരു വിചാരം ഉണ്ടാവും ഇവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന്. എൻ്റെ ഭാര്യ രേവതിക്കാണെങ്കിലും എൻ്റെ രേവതിയുടെ കുടുംബം ഉണ്ടല്ലോ, എൻ്റെ കൂടി കുടുംബമാണ്. അവിടെ കയറി നിങ്ങൾ കളിക്കാൻ നിൽക്കല്ലേ, നിന്നാലുണ്ടല്ലോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ സച്ചിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങളെ സച്ചി വെറുതെ വിടുമെന്ന് കരുതണ്ട എന്നൊക്കെ നമ്മുടെ സച്ചി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രന് ഭയങ്കര സന്തോഷമാവുകയാണ്. രവീന്ദ്രൻ്റെ ചുണ്ടിലൊരു ചിരിയൊക്കെ വരികയാണ്.
എന്നിട്ട് സച്ചി പറയാണ് അതെ, ഈ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, എൻ്റെ ഭാര്യയെ അധിക്ഷേപിച്ചതിന് ഇവർ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇവളോട് മാപ്പ് പറയണം. രേവതി, ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്കുക എന്ന് തന്നെ ഇവർ പറയണം. എന്നാൽ മാത്രമേ ഈ വിവാഹം ഇവിടെ നടക്കുകയുള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സുധി പറയാണ്, അത് നീയാണോ തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ വിരൽ ചൂണ്ടിട്ട് ചോദിക്കുകയാണ് സച്ചിയുടെ അടുത്ത്. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? ഞാൻ ശ്രുതിയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. അതിനെ എനിക്ക് നിൻ്റെ ശുപാർശയൊന്നും ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ സച്ചി നമ്മുടെ ശ്രുതിക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയണം, നീ മിണ്ടിപ്പോവരുതടാ എന്നിങ്ങനെ പറയണം. നീ മിണ്ടിപ്പോവരുത്. എടാ, നീയും കൂടെ കേൾക്കുകയല്ലേ നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ രേവതിയോട് സംസാരിച്ചത്, എന്നിട്ട് ഒരക്ഷരം പോലും പ്രതികരിക്കാതെ ഉളുപ്പില്ലാതെ ഇരിക്കുകയല്ലായിരുന്നടാ നീ എന്നിങ്ങനെ പറയാണ്. നീ കുറേ ഡിഗ്രിയൊക്കെ മാറിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഒരു ലേശം വിവരം നിനക്ക് തൊട്ട് വേണ്ടിയിട്ടില്ലടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സുധി പറയാണ്, അതിന് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാലേ, അത് എനിക്ക് ബന്ധപ്പെടുന്ന ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ അത് ഇടപെടേണ്ട ഒരാവശ്യമില്ല എന്നിങ്ങനെ സുധി പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയാണ്, കൊള്ളാം എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയാണ്, എന്തായാലും മുഹൂർത്തത്തിനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേളമൊക്കെ നടക്കട്ടെ. ഇവനിങ്ങനെ ഓരോന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാലുണ്ടല്ലോ അതിനേ ഉള്ളൂ നേരം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഭാമയും പറയുകയാണ്, മുഹൂർത്തത്തിന് സമയമായില്ലേ, ഇനി എന്തിനാ സച്ചി ഇങ്ങനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പൂജാരി പറയാണ്, മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ, രേവതിയുടെ ഭർത്താവിന് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അയാൾ പറയട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭാമ പറയണേ, അത് കൊള്ളാമല്ലോ തിരുമേനി, നിങ്ങൾ സാധാരണ ഏത് വിവാഹം നടത്താൻ നേരത്തും മുഹൂർത്തമായി പെട്ടെന്നാവട്ടെ എന്നാണല്ലോ പറയുന്നത്, ഇവിടെ മാത്രം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഭാമ. അപ്പോൾ ചന്ദ്രമതി പറയണ, അത് നിനക്ക് അറിയില്ലേ ഭാമേ, ഇവരെല്ലാവരും ഇവക്കുള്ള ആളുകളാണ്, ഇവള് പണം കൊടുത്ത് നിർത്തിയിരിക്കുന്നതാ ഇവരെയൊക്കെ പറയാനായിട്ട് എന്നിങ്ങനെ പറയാണ്. പൂജാരി പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആ സമയത്ത് സച്ചി പറയാണ്, നിങ്ങൾ മാപ്പ് പറഞ്ഞല്ലാതെ കല്യാണം നടക്കില്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാമ പറയാണ്, മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് അവർ വിവാഹം നടക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയണം, പിന്നെ മുഹൂർത്തം തെറ്റിയെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല, മഹാരാജാവിൻ്റെയും മഹാറാണിയുടെയും വിവാഹമല്ലേ നടക്കാൻ പോകുന്നത്, 2 ഫ്രോഡുകളുടെ കല്യാണമല്ലേ ഇവിടെ നടക്കുന്നത്, അതിത്തിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ സച്ചി പറയാണ്. അപ്പോൾ സുധി പറയണേ, എടാ സച്ചി, സംസാരിക്കുന്നതുണ്ടല്ലോ സൂക്ഷിച്ച് വേണം എന്ന് പറയുന്നത്, നിനക്ക് എന്ത് തോന്നിയാസം വിളിച്ച് പറയാമെന്ന് നീ വിചാരിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. കല്യാണം ശ്രുതിയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും, അതിനെ നീ സംസാരിക്കാൻ വരണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എടാ, നീ കല്യാണം കഴിക്കേ, നിൻ്റെ ചോറൂണ് നടത്തേ, നിൻ്റെ തലമുടി മൊട്ടയടിക്കേ, എന്ത് വേണേലും അയക്കോ, അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഉണ്ടല്ലോ, ഇവർ എൻ്റെ രേവതിയോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. നീ പറ, നിനക്ക് കല്യാണം പെട്ടെന്ന് നടക്കണമെങ്കിൽ നിൻ്റെ അമ്മയോട് പറയടാ രേവതിയോട് മാപ്പ് പറയാൻ, എങ്കിൽ ഇപ്പം തന്നെ നടക്കും, അല്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ സുധി പറയണേ, നീ മാറിപ്പോ സച്ചി, എനിക്ക് ശ്രുതി വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിലേ നീ പറയണ്ട, എനിക്കറിയാം വിവാഹം കഴിക്കാനാണ് ഞാൻ ഇവിടെ വന്നെങ്കിൽ വിവാഹം നടത്തിയേ പോകൂ എന്നിങ്ങനെ പറയുകയാണ്. പറയുന്ന സമയത്തിന് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയും സുധിയും നോക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ സച്ചി നോക്കുന്നത് അവിടെ താഴെ ഇരിക്കുന്ന നാളികേരത്തിൻ്റെ പുറത്ത് പൂജിച്ച് വെച്ചിരിക്കുന്ന മംഗല്യസൂത്രമാണ് നമ്മുടെ സച്ചി നോക്കുന്നത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ അത് കൈകൊണ്ട് എടുക്കാനും പറ്റില്ല, ശ്രുതിക്കായാലും സുധിക്കായാലും. അവരിങ്ങനെ സച്ചിയുടെ നോട്ടം കണ്ടിട്ട് അവരിങ്ങനെ വല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി നേരെ മണ്ഡപത്തിലേക്ക് ചാടിക്കയറുകയാണ്. എന്നിട്ട് നാളികേരത്തിൻ്റെ മുകളിലിരുന്ന മംഗല്യസൂത്രം ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. എല്ലാവരും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ സച്ചി പറയാണ്, എടാ, താലിച്ചരടില്ലാതെ, ഈ താലിമാല ഇല്ലാതെ നീ എങ്ങനെയാടാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത്? അത് ഞാനൊന്ന് കാണട്ടെ. നിനക്കിനി താലി കെട്ടണമെന്നുണ്ടെങ്കിലേ നീ പറയടാ അവരോട്, എൻ്റെ രേവതിയോട് മാപ്പ് പറയാൻ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ആ മംഗല്യസൂത്രത്തിൽ തന്നെ നോക്കി ഇങ്ങനെ ഗർവോടുകൂടി സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രമതിക്കിട്ട് നല്ല പാഠം പഠിപ്പിച്ച് അടങ്ങോള് എന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. ഇന്നത്തെ എപ്പിസോഡ്
അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി നാളത്തെ എപ്പിസോഡിൽ അറിയാം ഇനി എന്തൊക്കെ നടക്കും. എന്തായാലും ചന്ദ്രമതി മാപ്പ് പറഞ്ഞേ തീരൂ. ചന്ദ്രമതി മാപ്പ് പറയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം കോടികളും കൊണ്ടാണ് നമ്മുടെ ശ്രുതി വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ കോടികളെല്ലാം ഒഴുക്കി എടുക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ കല്യാണം നടന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മുടെ ചന്ദ്രമതി എന്തായാലും മാപ്പ് പറഞ്ഞിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതേക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകിൽ രാത്രിയിലത്തെ പ്രൊമോ വീഡിയോ വരട്ടെ, അല്ലെങ്കിൽ നാളെ രാവിലെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ ഈ റിവ്യൂ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതും ചെയ്യാമല്ലോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം. ആരും കമൻറ്റ് ചെയ്യുന്നില്ല. പ്ലീസ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടം ഇങ്ങനെയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ്. അത് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുക, ഇങ്ങനെ ഒരു ചാനലുണ്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ എന്നിങ്ങനെ പറയുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.